അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച മാങ്ങയാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് സമയം കളയാതിരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ച് ഇച്ചിരി വലിയ പീസായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു അച്ചാറാണ്. ചിലപ്പം തയ്യാറാക്കിയിട്ടുള്ളവരുണ്ടാവാം, എങ്കിലും നമ്മൾ ആ ഒരു രീതി നമ്മൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും വെച്ചാണ് നമ്മളിപ്പോ മേടിച്ച മാങ്ങയായതുകൊണ്ടാണ് ഇതിന്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞത്. അതാണ് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ചീനച്ചട്ടി നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ട് നമുക്ക് ഒന്ന് രണ്ട് സാധനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കടുകാണ്, അതായത് നമ്മുടെ എന്താ പറയുന്നത് അതിന് വെൺകടുക് എന്നതിന് സാധാരണ നമ്മൾ പറയുന്നത് ഒരു മഞ്ഞ നിറവ സംഭവം. പിന്നെ നമ്മുടെ സാധാരണ കടുകുണ്ട്. അപ്പം ഈ സാധനം നമുക്കൊന്ന് ഇത് നമ്മുടെ ഉലുവായ, മല്ലി, നമ്മുടെ സ്വല്പം മല്ലിപ്പൊടിയല്ല, നമ്മുടെ സാധാ മല്ലി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ചീനച്ചട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇപ്പോൾ ചീനച്ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് ചൂടാക്കിയാൽ മതി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് കടുക് ഇടുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 4 വറ്റലമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി മുളകാണ്. അപ്പോൾ അതുകൊണ്ടല്ല നല്ല കളറും കിട്ടും, അധികം വലിയൊരു എരിയും ഫീൽ ചെയ്തിട്ടുള്ള സംഭവം. അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി നമുക്ക് കലാപരിപാടി എന്തെങ്കിലും ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മൂട്ടോട്ടെ, അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ വറുത്ത സാധനമൊക്കെ ഉണ്ടല്ലോ, അതേ കടുകൊക്കെ നല്ല ചടപടാന്ന് പറഞ്ഞ് മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് തണുക്കണം സംഭവം. തണുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഒക്കെ എടുത്ത് കേട്ടോ, കറിയിലേക്ക് പൊട്ടിത്തെറിച്ച് വെളിയിലൊക്കെ പോയാൽ നമുക്ക് ഇതിനകത്ത്. അപ്പോൾ ഈ പൊടിക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കാതെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണേ. അതെ. അപ്പോൾ നമ്മളിത് നമ്മുടെ വറുത്തെടുത്ത സാധനം എല്ലാം തണുപ്പിച്ച് നമ്മളിത് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു എന്താ പറയുക, ഒരു തരി ഇച്ചിരി തരിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചീനച്ചട്ടി തന്നെയാണ് ബാക്കി നമ്മുടെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. അപ്പം നല്ലെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ കാലം കേട് കൂടാതിരിക്കും. പിന്നെ നമുക്ക് 1-2 ദിവസത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എണ്ണ ചൂടാകണം. അപ്പോൾ നമുക്ക് ഒരു ശകലം കടുകൂടെ നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ ഇതിനകത്ത് കടുകുണ്ട് ഓൾറെഡി, എന്നാലും നമുക്ക് ആ ഒരു എന്താ പറയുന്നത് പൊട്ടണമല്ലോ, അത് തന്നെ. ഇപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കറുത്ത കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റേ വെൺകടുക് നമ്മൾ എടുത്തിട്ടില്ല സംഭവം. ആദ്യം നമ്മൾ വെൺകടുകും കൂടിയാണ് നമ്മൾ. ഈ വെൺകടുകിനുണ്ടല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ നമ്മുടെ കറുത്ത കടുകിനൊക്കെ കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന് ആധികാരികമായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരും എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നല്ല അടിപൊളി എരിയുള്ള പച്ചമുളകാണ് സാധനം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കുനുകുനാന്ന് വട്ടത്തിലല്ലേ എരിഞ്ഞെടുക്കുന്നത്. ഇത് നമ്മൾ ഇച്ചിരി നീളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം കൂടെ നമുക്ക് ഈ എണ്ണക്കകത്ത് ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ചിലപ്പോൾ ടപ്പടപ്പേന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നമ്മൾ മുറിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ വലിയ വഴിയില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം മുളകായതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ തീ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. ഒരുപാടൊക്കെ തീയൊന്ന് ആളി കത്തണ്ട. ആളി കത്തുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ പൊക്കാനും ചീറ്റാനൊക്കെ ഉള്ള ഇത് നമുക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ച് പൊടി സാധനങ്ങൾ കൂടെ വേണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് നമ്മുടെ കാശ്മീരി വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് മുളക് പൊടി വേണം. അപ്പം നമ്മുടെ ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതെ, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഇനി നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മൾ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം തീ കുറച്ച് വെച്ചേക്കുക, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് സംഭവം. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ.
ഇപ്പം നമ്മൾ ചേർത്ത് അത് കഴിഞ്ഞ് നമ്മൾ അവസാനം ഒന്നും ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാം. സംഭവം ഇപ്പൊ നമ്മുടെ പൊടിയെല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഈ മാങ്ങയ്ക്കകത്തു നിന്നുള്ള വെള്ളം മാത്രമേ നമുക്ക് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുവേ, എന്നിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ നമ്മൾ വേഗാതെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കുറേശ്ശെ ചേർത്ത് ഇളക്കി നമുക്ക് പിന്നെ അത് പിടിപ്പിച്ചെടുക്കാം. അപ്പൊ എന്തായാലും ഉള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ല, അടിപൊളി ടേസ്റ്റ് ആ സാധനം. നമുക്കൊരു സാധനം കൂടെ ചേർക്കാം. നമ്മുടെ കായപ്പൊടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി മാങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് ചേർത്തത്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട്, കുറച്ചുകൂടെ നമ്മൾ നേരത്തെ എടുത്ത ആ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മറ്റിയും സാധനങ്ങളൊക്കെ ഒരിച്ചിടെ കൂടുതലും എടുത്താൽ മതി. അപ്പൊ എണ്ണയും കൂടെ കുറച്ചുകൂടെ. അപ്പൊ എണ്ണ നമ്മൾ പറഞ്ഞ നല്ലെണ്ണക്കകത്ത് ചെയ്യുന്നതാണ് ടേസ്റ്റും കൂടുതൽ കാലം ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പൊന്ന് നോക്കിക്കണം കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് കായപ്പൊടി, ഇതിൻ്റെ ഒരു മഞ്ഞ നിറമാണ്. നമ്മുടെ സാധാരണ കായപ്പൊടിയുടെ ഒരു സുനായില്ല ഇത്. അപ്പം നമ്മളിത് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ചൂട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ശാല ഉപ്പൂടെ നമുക്ക് വേണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് ഒരു എന്താ പറയുക ചില്ല് പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ ദിവസം നമുക്ക് കേടുകൂടാതിരിക്കും. പിന്നെ ഒരു കാര്യം, ഇപ്പം തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉപ്പും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല, അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് പുളി ഉപ്പ് എല്ലാം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. മാത്രമല്ല ഈ കുപ്പിക്കകത്ത് സ്പൂൺ ഇടുമ്പോഴേ ഉണങ്ങിയ സ്പൂൺ തന്നെ ഇടാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും വെള്ളം ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ളവരൊന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവർക്ക് അതിൽ പ്രചോദനമാകും അല്ലേ. അപ്പം ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിൽ നമ്മളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഓപ്ഷൻ കൂടെ ഓൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.